പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യം, ഇതാരോടും പറയരുതെന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ എത്രയും കൽപ്പിച്ചോ അത്രയും അവർ പ്രസിദ്ധമാക്കി. ഈ അത്ഭുതത്തെ തങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെക്കാൻ, മിണ്ടാതെ ഇരിക്കാൻ അവർക്ക് പറ്റിയില്ല. ഹല്ലേലൂയ. വിക്കനായ, ഊമനായ, ചെകിടനായ ഒരു മനുഷ്യനെ യേശു കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ, യേശു കർത്താവിൻ്റെ വാക്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചപ്പോൾ, അത് കണ്ടു നിന്നവർക്ക്, ഹല്ലേലൂയ, അത് അനുഭവിച്ചവർക്ക്, ഹല്ലേലൂയ, മിണ്ടാതെ ഇരിക്കാൻ പറ്റിയില്ല. ഇന്ന് പകൽക്കാലവും നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവത്തെ പ്രസ്താവിക്കുവാൻ, ഉയർത്തുവാൻ ഒരു നാളും നമുക്ക്, ഹല്ലേലൂയ, മടി കാണരുത്. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ നാമത്തെ ഉയർത്താൻ, അവനെ ആരാധിപ്പാൻ നാം എല്ലാ കാലത്തും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതാ ഇവിടെ തിരുവചനം പറയുന്നു, വിക്കനായ ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. യേശു കർത്താവ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഹല്ലേലൂയ, ഒരു മനുഷ്യനെ കണ്ടപ്പോൾ സൗഖ്യമാക്കി. സൗഖ്യം അനുഭവിച്ചവർ, സൗഖ്യം കണ്ടവർ, സൗഖ്യം രുചിച്ചറിഞ്ഞവർ, ഹല്ലേലൂയ, തങ്ങളെ തന്നെ ഒതുക്കി വെക്കാതെ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പ്രസ്താവിച്ചു. യേശു എന്താ ചെയ്തത്? ഒന്നാമതായി യേശു ഈ അത്ഭുതത്തിന് വേണ്ടി ചെയ്തത്, അവനെ ഒന്ന് മാറ്റി നിർത്തി. ആ പുരുഷാരത്തിൽ നിന്ന് അവനെ ഒന്ന് വേറിട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ, അവനെ, ഹല്ലേലൂയ, ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ചില അത്ഭുതങ്ങൾ സംഭവിക്കണോ, നാം ചിലയിടത്തുനിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ, വേർപാടിൻ്റെ ആവശ്യമുണ്ട്. ചില കൂട്ടത്തിൽ നിന്ന്, ചില സ്ഥലത്തു നിന്ന്, ചില പ്രത്യേക ഇടങ്ങളിൽ നിന്ന് നാം ഒന്ന് മാറി കർത്താവ് പറയുന്ന സ്ഥലത്തേക്കൊന്ന് മാറി നിന്ന് കൊടുത്താൽ നിശ്ചയമായി ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ സാധിക്കും. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മെ തന്നെ ഒന്ന് മാറ്റി നിർത്തി കൊടുക്കണം. രണ്ടാമതായി ഇതാ തിരുവചനം പറയുന്നു, യേശു ചെയ്തത്, യേശു അവനെ ഒന്ന് തൊട്ടു. യേശു അവനെ ഒന്ന് തൊട്ടു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് യേശുവിൻ്റെ സ്പർശനം അത്രേ. മറ്റാര് ഇടപെടുന്നതിനെക്കാട്ടിലും, ആര് തൊടുന്നതിനെക്കാട്ടിലും, ആര് സംസാരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് യേശു തൊടുന്നതാ. യേശുവിൻ്റെ സ്പർശനമാ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. യേശു തൊട്ട ജീവിതങ്ങൾ, യേശുവിനെ തൊട്ട ജീവിതങ്ങൾ എല്ലാ കാലത്തും മാറിയിട്ടുണ്ട്, മാറ്റം സംഭവിച്ചിട്ടുണ്ട്. യേശു, ഹല്ലേലൂയ, ഒന്ന് തൊട്ടാൽ മാത്രം മതി. യേശു ഒന്ന് തൊട്ടാൽ അത്ഭുതം സംഭവിക്കും. നിങ്ങൾക്കറിയാമല്ലോ, രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടതേയുള്ളൂ. ആ കുഷ്ഠരോഗിയെ യേശു ഒന്ന് തൊട്ടതേയുള്ളൂ. ഹല്ലേലൂയ, നോക്ക്, അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇന്ന് പകൽക്കാലവും എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണമേ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ. കർത്താവ് തൊട്ടോ, നിശ്ചയമായി വലിയ ദൈവപ്രവൃത്തികളെ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും വചനം പറയുന്നു, യേശു തുപ്പി. പലപ്പോഴും തുപ്പുക എന്ന് പറയുമ്പോൾ മനുഷ്യർ അതിനെ ഒരു നിന്ദയുടെ, ഹല്ലേലൂയ, ഒരു വേലയായിട്ടാണ് കാണുന്നത്. അതൊരു, ഹല്ലേലൂയ, നിന്ദയുടെ, നാണക്കേടിൻ്റെ കാര്യമാണ്. ഒരു പക്ഷേ പ്രിയരെ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ലോകം നമ്മെ നിന്ദിച്ചെന്ന് വരാം, ലോകം നമ്മെ കളിയാക്കിയെന്ന് വരാം. യേശു തുപ്പിയാലും, ഹല്ലേലൂയ, സൗഖ്യം വേണ്ടവൻ അതിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവെ തുപ്പരുതെന്നല്ല അവൻ പറഞ്ഞത്, അവൻ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ കണ്ണുകൊണ്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത്രേ. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതല്, ഒരു പക്ഷേ കർത്താവിന് വേണ്ടി ചില നിന്ദ അനുഭവിക്കേണ്ടി വന്നാലും ഏൽപ്പിച്ചു കൊടുക്ക്. അതിൻ്റെ പുറകിൽ പ്രതിഫലമുണ്ട്. മോശ പറഞ്ഞതുപോലെ, മിസ്രൈമിൻ്റെ ധനത്തെക്കാട്ടിലും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമാ. കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, ഒന്ന് മാറി നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ സ്പർശനത്തിന് വേണ്ടി നീ ഒന്ന് പ്രയത്നിക്കുമ്പോൾ ഒരുപക്ഷെ ലോകം കളിയാക്കിയെന്ന് വരാം, ലോകം നിന്ദിച്ചെന്ന് വരാം. പ്രിയരെ, ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ സമയമെന്ന് തിരിച്ചറിയുമ്പോൾ, ഹല്ലേലൂയ, ഒന്ന് മാറി നിൽക്കാൻ, ആ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, ആ സ്ഥലത്തു നിന്ന് മാറി നിൽക്കാൻ, ഹല്ലേലൂയ, നീ തയ്യാറാണോ?
ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് തൊടുവാൻ, കർത്താവിന് തൊടുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നീ തയ്യാറെങ്കിൽ നിശ്ചയമായി അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതാ നാലാമതായി നാം കാണുന്നത് യേശു നെടുവീർപ്പിട്ടു. നെടുവീർപ്പ് പ്രാർത്ഥനയുടെ സിംബല. അതിൻ്റെ അർത്ഥം യേശു കർത്താവും പ്രാർത്ഥിച്ചു കാണും. ഹല്ലേലൂയ ഈ പകൽക്കാലവും എല്ലാ നന്മയ്ക്കും ഹല്ലേലൂയ പ്രാർത്ഥന വലിയ ഇമ്പോർട്ടൻ്റ് അത്രേ. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ യേശു പറയുന്നത് പോലെ വിശ്വാസത്തോടുകൂടെ മലയോട് കൽപ്പിച്ചാൽ പോലും അത് ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ ഒന്ന് ഇടപെടണമേ എന്ന്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ കരമൊന്ന് തൊടണമേ. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് എല്ലാ കാലത്തും മറുപടിയുണ്ട്. അവസാനമായി നോക്ക്, യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, യഫദ യഫദ, തുറന്നു വരിക. യേശു കർത്താവിൻ്റെ വാക്കിന് വലിയ ശക്തിയാണ്, വചനത്തിന് വലിയ ശക്തിയാണ്. ഇന്ന് രാവിലെ സമയത്തും നാമും വാ തുറന്നൊന്ന് കൽപ്പിക്കണം. നമ്മുടെ വായിക്കകത്ത ദൈവം അധികാരം തന്നിട്ടുണ്ട്. അസ്ഥിയുടെ താഴ്വരയിൽ പോയിട്ട് പ്രവാചകൻ പ്രവചിച്ചു തുടങ്ങി, വചനം പറഞ്ഞു തുടങ്ങി. ഹല്ലേലൂയ, അവിടെയാ അത്ഭുതം സംഭവിക്കുന്നത്. രക്തസ്രാവക്കാരി സ്ത്രീ ഉള്ളം കൊണ്ട് പറഞ്ഞു, ഞാൻ അവൻ്റെ വസ്ത്രം തൊടും, എനിക്ക് സൗഖ്യമാകും. ഹല്ലേലൂയ, അതുപോലെ ഇന്ന് പകൽക്കാലവും നാം വാ തുറന്ന് കൽപ്പിക്കണം, വാ തുറന്ന് സംസാരിക്കണം. യഫദ എന്ന് യേശു കർത്താവ് പറഞ്ഞതുപോലെ നാം ഒന്ന് പറയുമോ? നിശ്ചയമായി അത്ഭുതം സംഭവിക്കും. നമ്മുടെ വായിക്കകത്ത് ഹല്ലേലൂയ ഒതുക്കി വെക്കാൻ പറ്റാത്ത, ഹല്ലേലൂയ ഹൃദയത്തിൽ അടക്കി വെക്കാൻ പറ്റാത്ത വലിയ അത്ഭുതങ്ങളെ ഇന്ന് പകൽക്കാലവും കർത്താവ് ചെയ്യും. നമുക്കും കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാം, കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ചെയ്യാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.